കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ മൂന്നാം ഭാഗമാണ് കേട്ടോ. മറ്റ് 2 വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം ഒന്ന് കയറി കണ്ടോണേ. കാറിൽ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മളിതാ ഒരു 12 മണിയായപ്പോൾ തന്നെ നമ്മൾ മംഗളൂര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അടുത്തെത്തുന്ന പ്രദേശം എന്ന് പറയുന്നത് കുന്താപുരയാണ്. കുന്താപുര വലിയൊരു കാടായത് കൊണ്ട് തന്നെ അതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും വണ്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂവലൊക്കെ നിറച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ നമ്മളൊരു 12:30 ആയപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തി ആഹാരവും കഴിച്ച് വണ്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഫ്യൂവൽ നിറച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വനപ്രദേശമായ കുന്താപുരയിലോട്ട് കടന്നിട്ടുള്ളത് കേട്ടോ. 2 സൈഡും വലിയ കാടാണ് കേട്ടോ. അതിന് നടുക്കൂടെ ഒരു റോഡ്. നല്ലൊരു യാത്രയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമാണ്. അതുകൂടാതെ തന്നെ അത്രയും അപകടവുമാണ് കേട്ടോ. ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ലെന്നും പുലി ഇറങ്ങുന്ന റൂട്ടാണെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് കൊല്ലൂരിലുള്ള ആ ഒരു ബോർഡിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ കൊല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂകാംബിക ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് നമ്മളൊരു ലോഡ്ജ് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര മണിയായിട്ട് എത്തി? 2. അപ്പോൾ നമ്മൾ കറക്റ്റ് 2:30 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ. എത്തി 2 ദിവസത്തെ കയറി അന്വേഷിച്ചു. എല്ലായിടും അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാലും നമ്മളിവിടെ കുറച്ച് കമ്മിയായിട്ട് കിട്ടിയപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എടുത്തു ഒരു റൂം. ഇവിടെ അത്യാവശ്യം 2 ബെഡൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൂ. കുറച്ച് ചെറിയ ചെറിയ സൗകര്യങ്ങളുള്ളൊരു റൂമാണ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മണി 5 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് ഒന്ന് ഇറങ്ങി അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഒരു 7 മണിയാകുമ്പം കോവിലോട്ട് പോകാമെന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് പോയിട്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മളൊരു 7 മണിയായപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിനടുത്തായിട്ട് തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ കയറി ഒന്ന് തൊഴുതതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവിടെ വലിയൊരു ക്യൂ ആണ് കേട്ടോ. എപ്പോഴും നല്ല തിരക്കാണ്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഫുൾ ടൈം ഇവിടെ തിരക്കാണ് കേട്ടോ. ഇവിടെ ആ ഒരു ബാക്കിൽ കാണുന്ന ആ ഒരു ക്യൂ ഉണ്ടോ, ഇത് സാധാ ഒരു ക്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് കയറി കാണാനായിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് 100 രൂപ ഒരു പാസ് ക്യൂ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഒരാൾക്ക് 100 രൂപ എന്ന നിലയ്ക്ക് നമുക്ക് ക്യൂ എടുത്ത് അങ്ങനെ പൈസ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് കയറി കാണാനായിട്ട് സാധിക്കുകയെ. അതിനുശേഷം ഇത് കണ്ടല്ലോ, ഇതാണ് സരസ്വതി മണ്ഡപം കേട്ടോ. ഇവിടെ ഒരുപാട് കുട്ടികൾ നൃത്താരംഭം കുറിക്കാനായിട്ടും വിദ്യാരംഭം കുറിക്കാനായിട്ടും സംഗീതാരംഭം കുറിക്കാനും ഒക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ 100 രൂപ ഒരാൾക്ക് 100 രൂപ എന്നുള്ള കണക്കിലുള്ള ക്യൂവിലാണ് കേട്ടോ കയറിയത്. അത് അത്യാവശ്യം തിരക്കുള്ള ക്യൂ തന്നെയാണ് കേട്ടോ. അവിടെ നമ്മൾ നിന്ന് വേണം അകത്തോട്ട് കയറി ദേവിയെ കാണാനായിട്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ നമുക്ക് അടുത്ത് ശിവേലിക്കുള്ള ആരംഭമാണ് കേട്ടോ. ശിവേലിക്ക് ഒരു വെള്ളി രഥത്തിലും പല്ലക്കിലും അതിനുശേഷം സ്വർണ്ണ രഥത്തിലും എഴുന്നള്ളുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കണ്ട് നമുക്ക് നല്ല ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലും ശിവേലി ഉണ്ടല്ലോ, പക്ഷെ ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ശിവേലിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ദേവി പല്ലക്കിലിരുന്ന് പോകുന്നതായിട്ടും പിന്നെ വെള്ളി രഥത്തിൽ എഴുന്നള്ളുന്നതായിട്ടും പിന്നെ സ്വർണ്ണ രഥത്തിൽ എഴുന്നള്ളുന്നതായിട്ടും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഒരു ശിവേലിയൊക്കെ ഉണ്ട്. അതിനുശേഷം കുറേ പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇവിടെ നട അടയ്ക്കാറുള്ളത്. നട അടച്ചതിന് ശേഷം ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ നമുക്ക് പ്രസാദം പ്രത്യേക ഒരു കൗണ്ടറിലുണ്ട് കേട്ടോ. നമ്മൾ പൈസ അടച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പ്രസാദം നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതാണ് കേട്ടോ സ്വർണ്ണ രഥത്തിൽ എഴുന്നള്ളുന്നത്. ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഒരു 7 മണിയാകുമ്പോൾ തന്നെ നമുക്കിവിടെ മുകളിൽ അന്നദാനം ഉണ്ട് കേട്ടോ. അതും കഴിക്കാവുന്നതാണ്. അത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. 7 മണി തൊട്ട് തന്നെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് കുറവാണ്. അപ്പോൾ ഒരു 7 മണിയായിട്ട് തന്നെ ഇവിടെ അന്നദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കയറിയിരുന്നു. ചോറും രസവും ചമ്മന്തിയും പിന്നെ ഉരുളക്കിഴങ്ങും മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ കോവയ്ക്ക, ഇതെല്ലാം കൂടെ ഇട്ട് ഒരു പ്രത്യേക തരം കറിയാണ് കേട്ടോ. അപ്പൊ അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാമായിരുന്നു നമുക്ക് കഴിക്കാൻ കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അന്നദാനം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ദേവിയുടെ ഒരു പ്രസാദം കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന ദിവസം 3 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ 3 ദിവസം നമ്മൾ ഇവിടെ വന്ന് തന്നെയാണ് രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മോളെ അവിടെ എഴുത്തിനിരുത്തണം.
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി പോയിട്ട് വേണം കാപ്പിയൊക്കെ കുടിച്ചിട്ട്. ഓക്കെ. അപ്പോൾ അതാ മോൾക്ക് എഴുത്തിനിരുത്താനായിട്ട് നമ്മൾ പോകുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കയറി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി കയറിയതാണ്. ഇവിടെ അടുത്തൊക്കെ ഒരു 3-4 ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ഒരുപാട് പേര് ഫുഡൊക്കെ കിട്ടാതെ എഴുന്നേറ്റ് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം രാവിലെ കയറി നമ്മളൊന്ന് തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. അതിനുശേഷം ഇനി അടുത്ത് മോൾക്ക് എഴുത്തിനിരുത്താനുള്ളതാണ് കേട്ടോ. അതിനൊരു 10 മണിയാവുമ്പം ചെന്നാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ പൂജാ കർമ്മങ്ങളുടെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് കണ്ടുവെച്ചോളൂ കേട്ടോ. അതിനുശേഷം പിള്ളേർക്ക് കയറി 3 പേരെ എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 3 പേരും എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യം മോൾക്കാണ് കേട്ടോ ഇരുത്തിയത്. അതിനുശേഷം പിന്നെ മറ്റു 2 മക്കൾക്കും കൂടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒന്ന് എഴുത്തിനിരുത്തിയതിന് ശേഷം നമ്മൾ ഇറങ്ങി.